أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ألف لام ميم മഹത്തായ ഖുർആൻ പരിപൂർണമായ ഗ്രന്ഥമാകുന്നു. ഇതിൽ ഒട്ടും സംശയമില്ല. സൂക്ഷിക്കുന്നവർക്ക് ഇത് മാർഗദർശനമാകുന്നു. അവർ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുകയും നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും അവർക്ക് നാം കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാകുന്നു. മുഅ്മിനീങ്ങളെ, സംഭാഷണ രീതിയിലും തെളിവുകൾ നിരത്തിയും സത്യവാചകങ്ങൾ കൊണ്ട് ആണയിട്ട് പറഞ്ഞും ഖുർആൻ ചർച്ച ചെയ്ത ഏറ്റവും മഹത്തായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. അത് അദൃശ്യമായ കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തുകയും അവർ തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള മഹത്തായ നേർവഴിയിലാണ് വിജയം പ്രാപിച്ചവരും അവർ തന്നെയാകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരുമാണ്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അദൃശ്യമായ കാര്യങ്ങളിൽ വെച്ച് നാം വിശ്വസിക്കുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തായത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. കണ്ണുകൾക്ക് അവനെ കാണാനോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാനോ ഊഹിക്കാൻ പോലുമോ സാധിക്കാത്ത ഒരുവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ തന്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിയിക്കുന്നതും ആർക്കും എതിർക്കാനോ പ്രതിരോധിക്കാനും കഴിയാത്തതുമായ ഒരുപാട് തെളിവുകളും പ്രമാണങ്ങളും അവൻ തന്റെ സൂക്ഷ്മവും അത്ഭുതകരവുമായ സൃഷ്ടിപ്പിലും നിർമ്മാണത്തിലും ബാക്കി വെച്ചിട്ടുണ്ട്, നിലനിർത്തിയിട്ടുണ്ട്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹുവിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ചലനങ്ങളിലേക്ക് നോക്കിയ സമയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചതും അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഈ സൃഷ്ടിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്രകാരം ആകാശഭൂമികളുടെ മഹത്തായ ആധിപത്യം നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം അതിൽ നിന്ന് തൗഹീദ് ഗ്രഹിക്കുവാനും ദൃഢവിശ്വാസികളിൽപ്പെട്ട ആൾ ആയിരിക്കേണ്ടതിനും വേണ്ടി. മുഅ്മിനീങ്ങളെ, ഏതൊരു സൃഷ്ടിക്കും സ്രഷ്ടാവ് വേണമെന്നും ഏതു നിർമ്മിതിക്കും നിർമ്മാതാവ് വേണമെന്നും എല്ലാ വസ്തുക്കളെയും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയ ഒരു ദൈവം ഉണ്ടാകുമെന്നതും ബുദ്ധിയുള്ള എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു. അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅബ്ദുഹു. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവും അവനാകുന്നു. അതുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യുക. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. എല്ലാ വസ്തുക്കളുടെയും കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവൻ ആണവൻ. കാണാൻ എത്രയോ വലിയതും എന്നാൽ നിർമ്മാണത്തിൽ അതിസൂക്ഷ്മവും യുക്തിഭദ്രവുമായ അവന്റെ ശക്തിയുടെ മേൽ അറിയിക്കുന്ന പ്രവിശാലമായ ഈ പ്രപഞ്ചം നിങ്ങളുടെ കൺമുന്നിലുണ്ട്. ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിക്കുന്നു. ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചം അതിനൊരു സൃഷ്ടാവുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കുന്നില്ലേ? സുൻഅല്ലാഹില്ലദീ അത്ഖന കുല്ലി ഷൈ. മുഴു കാര്യങ്ങളും ദൃഢീകരിച്ച അല്ലാഹുവിന്റെ പ്രവൃത്തിയാണത്. ആകാശത്തുള്ള അതിവലിപ്പമുള്ള സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഗോളങ്ങളും മറ്റും നിങ്ങൾ കാണുന്നില്ലേ? അതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയുമല്ലേ? അതൊന്നും എല്ലാം നിയന്ത്രിക്കുന്നവനും എന്തിനും കഴിവുള്ളവനുമായ ഒരാൾ ഉണ്ടെന്ന് അറിയിക്കുന്നില്ലേ? إن ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره. 6 നാളുകളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് നിങ്ങളുടെ രക്ഷിതാവ്. എന്നിട്ടവൻ അർശിന്റെ മേൽ ആധിപത്യം നടത്തി. അവൻ രാവിനെ കൊണ്ട് പകലിനെ മൂടുന്നു. അത് പകലിനെ തേടി ചെല്ലുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയും തന്റെ കൽപ്പനയ്ക്ക് വിധേയമാക്കിയാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അലാ ലഹുൽ ഖൽഖു വൽ അംർ. അറിയുക, സൃഷ്ടിക്കലും നിയന്ത്രിക്കലും അവന് മാത്രമുള്ളതാകുന്നു. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപൂർണൻ തന്നെ. വ്യവസ്ഥാപിതമായ രീതിയിൽ സൂര്യനും ചന്ദ്രനും അവകളുടെ അച്ചുതണ്ടിൽ നല്ല രീതിയിൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? കൃത്യസമയത്ത് രാത്രിയും പകലും മാറി മാറി വരുന്നത് എങ്ങനെയാണ്? സമയനിഷ്ഠ പാലിച്ച് അവ രണ്ടും വരുന്നത് എങ്ങനെയാണ്? ലശംസു യൻബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ. സൂര്യന്
ചന്ദ്രനെ പ്രാപിക്കാനോ രാവിന് പകലിനെ മറികടക്കാനോ ആവില്ല. വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, ഓരോന്നും ഭ്രമണപഥത്തിൽ നീന്തി തുടിക്കുകയാണ്. അന്തരീക്ഷത്തിൽ കീഴ്പ്പെടുത്തി നിർത്തപ്പെട്ടിരിക്കുന്ന മേഘങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ അമ്പരക്കാത്തവരായി ആരും ഉണ്ടാവില്ല. മേഘം സ്വയം തന്നെ ഭാരമുള്ളതും അത് വലിയ അളവിലുള്ള വെള്ളം ചുമക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പ്രകൃതിയുടെ സ്വഭാവത്തിനെതിരായി കാറ്റിൽ അത് കീഴ്പ്പെടുത്തപ്പെടും. അത് അന്തരീക്ഷത്തിൽ നിലനിൽക്കും. അതൊക്കെ യുക്തിമാനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മേൽ അറിയിക്കുന്നില്ലേ? എന്നാൽ തന്റെ കൈകളുടെ ചലനങ്ങളും വിരലുകളുടെ കോർവയും നോക്കുകയോ ഹൃദയമിടിപ്പ് ശ്രദ്ധിച്ചു കേൾക്കുകയോ തന്റെ ശരീരത്തിലുള്ള അവയവങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും ശരീരത്തിലെ ഉപകരണങ്ങളും അവയുടെ സൂക്ഷ്മവും അത്ഭുതകരവുമായ സൃഷ്ടിപ്പിനെ കുറിച്ചും ദൃഢമായ രീതിയിൽ അവ ഉറപ്പിച്ചതിനെ കുറിച്ചും ചിന്തിക്കുകയോ ചെയ്തു നോക്കൂ. ഇവകളെല്ലാം സൃഷ്ടിച്ച കഴിവുറ്റവനായ സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ വിശ്വാസിയും ചിന്തിക്കുന്നവനുമായ ഒരു വ്യക്തിക്ക് ഇക്കാര്യങ്ങൾ തന്നെ മതി. ഇക്കാര്യങ്ങൾ ചിന്തിച്ചാൽ ചിന്തിക്കുന്നവനും വിശ്വാസിയുമായ ഒരാൾക്ക് അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പ് മനസ്സിലാക്കാൻ ഇക്കാര്യങ്ങൾ തന്നെ മതി. ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടാവായ ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ നടക്കുമോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെയും വിവിധ ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലാഹുവേ, യഥാർത്ഥ വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ആത്മാർത്ഥമായി നിന്നെ ആരാധിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. മാതാപിതാക്കൾ ഗുണം ചെയ്യാൻ മനസ്സും അവസരവും നൽകണേ. ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കരുണ കാണിച്ച പോലെ നീയും അവരുടെ മേൽ കരുണ ചൊരിയണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.